ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ കൊച്ചിയിലാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിലാണ്. അതെ, ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഫോർട്ട് കൊച്ചിയാണ്. അപ്പോൾ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷ് ഇവരുടെയൊക്കെ ഈ ഒരു ആർക്കിടെക്ചറൽ ഇതാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. പിന്നെ വാസ്കോ ഡ ഗാമയെ ബറി ചെയ്ത സ്ഥലവും ഇവിടെയാണ്, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന് പറയും. പിന്നെ ഇവിടെ ഒരു ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ്, മ്യൂസിയംസ്, അങ്ങനെ അതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. പിന്നെ ഒരു പ്രിൻസസ് സ്ട്രീറ്റ് ഉണ്ട്, അതൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്. അപ്പം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ നമ്മളിങ്ങനെ കാണാൻ വേണ്ടി. മെയിനായിട്ട് ഈ ചേർച്ച്, ഒരു സിമെട്രി ഉണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന പരേഡ് ഗ്രൗണ്ടിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ഇവിടെ നടക്കാൻ ഒരുപാട്, ഇങ്ങനെ ഒരു സ്ക്വയറാണ് ഫുള്ളായിട്ട്, നമ്മൾ നടന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊരു വലിയ മരവും അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നല്ല വെയിലാണെങ്കിലും ഈ മരങ്ങളുള്ളതുകൊണ്ട് നല്ല സുഖമുണ്ട്. അതെ അതെ. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി എന്തായാലും അമല പറഞ്ഞുതരും. ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ മുസുരസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു. ഒരു സുനാമി വന്നു, അതിനുശേഷം അവർ പോയി. പിന്നെ ഇവിടെ വന്നത് പോർച്ചുഗീസ്, പിന്നെ ഡച്ച്, പിന്നെ ബ്രിട്ടീഷ്. അപ്പോൾ അവരുടെയൊക്കെ റിമൈൻസ് ഇപ്പോഴും ഇവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ അട്രാക്ട് ആയി ഫോർട്ട് കൊച്ചിയിൽ എല്ലാവരും വരുന്നു. ഫോർട്ട് കൊച്ചി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം. കാർണിവലൊക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അതും കണ്ടാൽ കൊള്ളാം. ഈ ഏരിയ ജസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മളെ നോർമൽ സ്റ്റൈലിലല്ല, ഈ പോർച്ചുഗീസ്, ഡച്ച് ആ ഒരു സ്റ്റൈലിലൊക്കെയാണ് ബിൽഡിങ്സും എല്ലാം. കഫേസും അങ്ങനെയാണ്, മ്യൂസിയംസ് അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നടന്നു. ഇവിടെ ഇങ്ങനെ ഓരോ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ലിലി സ്ട്രീറ്റ്, ചേർച്ച് റോഡ്, അങ്ങനെ എല്ലാം ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കര വേറൊരു സ്ഥലത്ത് പോയൊരു ഫീലാണ്. കൊച്ചിയിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിയത്തില്ല. കൊച്ചിയിൽ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് കണ്ടിട്ടില്ല. അതൊരു വൻ മിസ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആ പരേഡ് ഗ്രൗണ്ട് ബാക്കി കാണുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇതാണൊരു ഇവിടെ ഉള്ളൊരു കാണാനുള്ള സ്ഥലം. ഒരു ഡച്ച് സെമിത്തേരി എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഒരു മ്യൂസിയം ഉണ്ട്, മേരി ടൈം മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ജസ്റ്റ് പോയി നോക്കാം.
ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ഫോർട്ട് കൊച്ചിയിലുള്ള ബീച്ച്. ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു വാക്ക് വേയും അങ്ങനെ ക്ലീൻലിനെസ് ഒന്നും ഇല്ല, എന്നാലും ജസ്റ്റ് ഇറങ്ങി നിന്നൊന്ന് കാണാൻ പറ്റും. അത്ര നല്ല ബെസ്റ്റ് ബീച്ചൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒരു ബീച്ച് എന്നുള്ളൊരു ഇതിൽ കാണാം, അത്ര തന്നെ. സ്ട്രീറ്റ് സൈഡ് ഷോപ്പിങ്ങും ഈ ഫ്രൂട്ട്സും പിക്കിൾസ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. സ്ട്രീറ്റിൻ്റെ പേര് നേപ്പിയർ സ്ട്രീറ്റ് എന്നാണ്. പിന്നെ ഇവിടെ ഒരു ഡച്ച് ബംഗ്ലാവ് ഉണ്ട്. എല്ലാം ഈ ഒരു ഡച്ച് സ്റ്റൈൽ അല്ലെങ്കിൽ പോർച്ചുഗീസ് സ്റ്റൈലിലൊക്കെ കെട്ടിയിട്ടുള്ള ബിൽഡിങ്സ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. നിങ്ങൾ കണ്ടാണ്, ഇവിടെയാണ് വാസ്കോ ഡ ഗാമയെ അടക്കിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും കയറാൻ പറ്റും, കയറി നോക്കാം. നമുക്കിവിടെ 2 ചർച്ചാണുള്ളത്. ഒന്ന് ബസിലിക്ക കത്തീഡ്രൽ ആൻഡ് ദിസ് വൺ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച്. അതെ, ഇതിന് കുറച്ചുകൂടി സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതെ അതെ, നമുക്ക് എന്തായാലും കയറി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 1502 കൊച്ചിയിൽ വാസ്കോ ഡ ഗാമ വന്നത്. എന്നിട്ട് 1524 1524 വർഷത്തിലാണ് ഇവിടെ ബറി ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് റിമെയിൻസ് ലിസ്ബണിൽ കൊണ്ടുപോയി. അതെ, അവിടെയാണ്. ഇവിടെ ഇങ്ങനെ കുറേ റോഡ് സൈഡ് ഷോപ്പിംഗ് ഏരിയാസ് ഉണ്ട്. നമ്മുടെ ഈ ചാർലിയിലൊക്കെ കാണുന്ന പോലത്തെ ഡ്രസ്സ്
ചാർലിയിലെ ദുൽഖർ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. കൊച്ചിയിൽ വന്ന എന്തെങ്കിലും മെമ്മറീസ് വേണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോവാം. കുറേ ഓരോ ഷോ പീസസ് ഉണ്ട്, അങ്ങനെ ഡ്രസ്സസ് ഉണ്ട്. പിന്നെന്താ, അല്ലാണ്ട് നമുക്ക് തൊപ്പി മേടിക്കാം. ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസസ് പോകുമ്പോൾ ടൂറിസ്റ്റ് എന്തൊക്കെ മേടിക്കുന്നതല്ല കറക്റ്റായിട്ട് ഇവിടെ വാങ്ങിച്ചതാണ്. പക്ഷെ നല്ല റേറ്റാന്ന് തോന്നുന്നു, ആരും മേടിക്കുന്ന കാണുന്നില്ല. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ബംഗ്ലാവാണ്, ബംഗ്ലാവും മ്യൂസിയം ആണ്. അപ്പോൾ ബാസ്റ്റൺ ബംഗ്ലാവ് എന്നാണ് പേര്. അതിനകത്തൊരു മ്യൂസിയം ഉണ്ട്, പക്ഷേ ആ മ്യൂസിയം നമുക്ക് കാണാൻ പറ്റത്തില്ല, എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ കറങ്ങി കാണാം. അതെ, കുറേ കല്ലിൽ കൊത്തി വെച്ച കുറേ ശില്പങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. കൊള്ളാം, നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ഒരുപാട് പേരുടെ പ്രൊഫൈൽ പിക്ചേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ലൊക്കേഷനാണിത്. എല്ലാവരും മറ്റേ മുസ്ലിസ് ബിനാലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടേ പോകാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫോട്ടോ എടുത്തു. ലൂക്കയിലുള്ള ലൊക്കേഷനാണ്. ടോവിനോയുടെ ആ ഒരു സീനൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നു. ഇതൊക്കെ കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട്. അപ്പോൾ ഇതാണ് ഫിഷിംഗ് നെറ്റ്സ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് അഥവാ ചീന വല എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോഴും ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഈ ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് യൂസ് ചെയ്ത് ഇപ്പോഴും ഫിഷിംഗ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് സ്പീഡ് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവർക്ക് അത് സീസണലാണ്. അപ്പോൾ ആ ഒരു സീസണിൻ്റെ ബേസിസിലാണ് അവിടെ ഫിഷിംഗ് ചെയ്യുന്നവർ. പിന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വാക്ക് വേ ഉണ്ട്. ഇവിടെ ഫുള്ള് ഷോപ്സ്, ഇങ്ങനെ ഫ്രൂട്ട്സ് ഇതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. പൈനാപ്പിൾ, മാംഗോ.
ഹായ് ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷിംനച്ചിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടും. അതെ, അങ്ങോട്ടൊരു കടൽപ്പാലമൊക്കെ കാണാൻ പറ്റും. ഈ വോക്ക് വേ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് കേരളത്തിലുള്ള ഒരു സ്ഥലമാണെന്ന് തോന്നത്തില്ല. അത്രയ്ക്ക് ഒരു വേറൊരു ഫീലാണ്. അതെ, എന്നോട് ഫുള്ള് ടൂറിസ്റ്റും അങ്ങനെ കുറേ. ഹായ് ഫ്രണ്ട്സ്, ഇതൊരു പഴയ കാലത്തുള്ളൊരു സ്റ്റീം ബോയിലേഴ്സാണ്. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു റിഗൊക്കെ കാണാം. എനിക്കൊന്ന് റിഗാണ് ഇപ്പോൾ ഈ ഇവിടെ നിന്ന് ചേട്ടൻ പറയുന്നത് അതൊരു പെട്രോളിയത്തിൻ്റെ റിഗാണ്. പിന്നെ ഇവിടെ ഷിപ്പുകൾ ഒരുപാട് വരാറുണ്ട്. ഇന്നലെ ഒരു 12 നിലയുള്ള ഷിപ്പ് വന്നെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ഷിപ്പ് കാണാൻ പറ്റും. ഇവിടെ നിന്നായിരിക്കും ഗോവ, മുംബൈയിലോട്ടൊക്കെ പോകാൻ പറ്റുമായിരിക്കും. കണ്ടിട്ടുണ്ട് ക്രൂസ്, പക്ഷേ ഡീറ്റെയിൽസ് അറിയില്ല. ഇപ്പോഴൊരു ഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെനിക്ക് കാർഗോ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. കാർഗോ ആയിരിക്കുമല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും വലിയൊരു ഷിപ്പ് ഇത്രയും അടുത്ത് നിന്നാണ് ആദ്യമായിട്ടാണ്. സൂപ്പറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യൂസും കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഫോർട്ട് കൊച്ചിയിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ചൈനീസ് നെറ്റിൻ്റെയൊക്കെ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഷിപ്പൊക്കെ ഡയറക്റ്റായിട്ട് ഇത്രയും അടുത്ത് വെച്ച് കാണാൻ പറ്റും, കണ്ടിട്ടില്ലാത്തവർ. കപ്പലിവിടെ ബോൾഗാട്ടിയുടെ ആ സൈഡിലോട്ട് അടുപ്പിച്ചിടുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. നല്ലൊരു വ്യൂ ആണ്. ഇത്രയും അടുത്ത് നിന്നൊരു കപ്പൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് മട്ടാഞ്ചേരി പാലസ് അഥവാ ഡച്ച് പാലസ്. അപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ വരുന്നവരെന്തായാലും ഇതും കൂടെ കണ്ടിട്ടേ പോകാറുള്ളൂ. ഇതും ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകതയാണ്. ഈ ഡച്ച് പാലസ് എന്ന് പറഞ്ഞാൽ അതിന് അങ്ങനെ പേര് വന്നതിനൊരു കാരണമുണ്ട്. പോർച്ചുഗീസാണ് ഇത് ആദ്യം കൊച്ചി രാജാക്കന്മാർക്ക് ഏതാണ്ട് 1555 ആ ഒരു വർഷത്തിലാണ് കൊച്ചി രാജാവിന് ഗിഫ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഡച്ച് വന്നിട്ട്, ആദ്യം പോർച്ചുഗീസാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഡച്ച് വന്നിട്ട് കുറേ റെനോവേഷൻസും അതിൻ്റെ പണികളൊക്കെ ചെയ്തു. അങ്ങനെയാണ് അതിനുശേഷം പിന്നെ ഡച്ച് പാലസ് എന്ന് അറിയാൻ തുടങ്ങിയത്. പോർട്രേറ്റ്സ്, അതെ, അവർ യൂസ് ചെയ്ത അങ്ങനെ സാധനങ്ങൾ, അങ്ങനെ ഉള്ള ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് കയറാൻ പറ്റുമെന്ന് നോക്കാം.
ഹായ് ഫ്രണ്ട്സ്. ഹലോ. അപ്പോൾ ഇതിൻ്റെ മേളിലൊരു മ്യൂസിയം ഉണ്ട്, ഈ ഡച്ച് പാലസിൻ്റെയും മട്ടാഞ്ചേരി പാലസിൻ്റെ. അപ്പോൾ അത് കയറി കാണാനായിട്ട് ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പോൾ നമ്മൾ കയറി കണ്ടു. അവിടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ അവിടെ ഉള്ളത് മെയിനായിട്ട് എന്താണെന്ന് പറയാം. ഈ കൊച്ചി ഭരിച്ചിരുന്ന രാജാക്കന്മാർ, രാമവർമ്മ, കേരളവർമ്മ, അങ്ങനെ പല രാജാക്കന്മാരുടെയും പോർട്രേറ്റ്സ്, പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ, അതായത് രഥം, പല്ലക്ക്, ഹൗദ, അതെ അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന ഒടവാള്, പിന്നെ കേരളത്തിൻ്റെ പഴയ കോയിൻസ്, സ്റ്റാമ്പ്സ്, അതായത് ഈ രാജാക്കന്മാരുടെ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഫോട്ടോ ഉള്ള സ്റ്റാമ്പ്സ്, അങ്ങനെ എല്ലാം അതിനകത്ത് കാണാം. പിന്നെ ഒരു ഇതിൽ പോയപ്പോഴത്തേനും രാമായണത്തിന്റെ ഒരു പെയിന്റിങ്സിൽ അവർ ചെയ്തു വെച്ചേക്കും. രാമായണത്തിന്റെ ആ ഓരോ കഥ, രാമൻ കാട്ടിലേക്ക് പോയത്, അങ്ങനത്തെ ഓരോ സീൻസ്, രാമന്റെ അഭിഷേകം, ശ്രീരാമൻ വനവാസത്തിന് പോകുന്നതും, അതെല്ലാം പെയിന്റിങ്സ് ആയിട്ട് ഇങ്ങനെ ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ രാജാക്കന്മാരുടെ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും, അവരുടെ ഡ്രസ്സിംഗ് ഉണ്ടായിരുന്നു, അതായത് തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും ഇടുന്ന ഡ്രസ്സിംഗ്, പിന്നെ മെയിൻ അവരുടെ ഉടവാള്, അങ്ങനെ കുറെ ആർമിയുടെ ഫോട്ടോ, പണ്ടത്തെ ആർമിയുടെ ഫോട്ടോ, പിന്നെ പഴയ ഹിസ്റ്ററി, കേരളം കൊച്ചിയുടെ ഹിസ്റ്ററി ഫുൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഡച്ച് റൂൾ എങ്ങനെയാണ് വന്നത്, പിന്നെ ഡച്ചിന്റെ കുറെ പെയിന്റിങ്സ് ഉണ്ട്. പോർച്ചുഗീസ് ഡച്ച് റൂൾ കഴിഞ്ഞിട്ട് ബ്രിട്ടീഷ് റൂൾ വന്നതും, ഈ രാജാക്കന്മാർ തമ്മിലുള്ള ഇതും ഇവര് തമ്മിൽ ഫൈറ്റ് ഉണ്ടായതും എല്ലാം അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മെയിൻലി പാലസ് ആണ്. നമുക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു ഡോർ, പാലസിന്റെ പഴയ സാധനങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അവര് യൂസ് ചെയ്യുന്ന ബെഡ്, ടേബിൾ, അങ്ങനെ കുറെ സാധനം അവര് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാം നടക്കുന്ന ഒരു ഫീൽ തന്നെയാണ്. കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിന്റെ തന്നെ ഒരു ഗൈഡ് അവിടെ നിൽക്കും. അവരുടെ ഗൈഡാണ് ഈ ടൂറിസ്റ്റിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ പഴയ കേരളത്തിന്റെ ഒരു ഹിസ്റ്ററി ഫുള്ള് ഈ മ്യൂസിയത്തിൽ വന്ന് അറിയാൻ പറ്റും. ഈ രാജാക്കന്മാരുള്ള ഡീറ്റെയിൽസ്, അവരുടെ പോർട്രേറ്റ്സ്, ഫോട്ടോസ് എല്ലാം ഇവിടെ ഉണ്ട്, കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫോർട്ട് കൊച്ചി വരുമ്പോൾ ഈ മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസിൽ വന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഫോർട്ട് കൊച്ചി എന്തായാലും കൊച്ചിയിലൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. വന്ന് കണ്ടിട്ടേ പോകും, അത്രയ്ക്ക് നല്ല സ്ഥലമാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഫോർട്ട് കൊച്ചിയുടെ ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ അടുത്തൊരു സ്ഥലമായിട്ട് ഇനി അടുത്തൊരു വ്ളോഗിൽ വരും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വിശാഖ് ആൻഡ് അമല.